ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. ഇനി നമ്മളെ നോമ്പുതുറ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പൊ നമുക്ക് പത്തിരിക്കുള്ള പൊടി വാട്ടാം കേട്ടോ. അപ്പൊ അതിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച് പാകത്തിനുള്ള ഉപ്പിട്ടെടുത്ത് വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പൊ നമ്മളെ പൊടി ഇവിടെ കിളരി എടുത്ത് നമുക്ക് അതിൽ കുഴക്കിനും പരത്തണൊക്കെ പോയി പോയിട്ട് എല്ലാ പണിയും കൂടെ ആയിട്ട് നമ്മളെ പത്തിരിയൊക്കെ ഇവിടെ ആയിരുന്നു. ചൂടാണ് കേട്ടോ പത്തിരി. നമ്മളെ പത്തിരിയൊക്കെ ആയി. നമുക്ക് ചിക്കൻ കറി ഒന്ന് ആക്കാം. ഭയങ്കര പുക വരുന്നുണ്ട് കേട്ടോ. അടുപ്പൊന്ന് ചട്ടി നല്ലോണം ചൂടായിട്ട് നമുക്ക് ചിക്കൻ കറി വെക്കാം. അപ്പൊ അതിന് ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് നമ്മൾ ഉലുവ ഇട്ടിക്കുന്നു കേട്ടോ. ഒരു 1/2 സ്പൂൺ ഉലുവ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇട്ടെടുത്ത് വല്ലുള്ളി അരിഞ്ഞു വെച്ചതിന് അത് ഇട്ടെടുത്തിട്ടോ. എല്ലാം കൂടെ നമുക്ക് തക്കാളി, 2 വലിയ തക്കാളി കേട്ടോ, അതെല്ലാം കൂടെ നമുക്ക് താളിച്ചെടുക്കാം. നമ്മളിങ്ങനെ കേട്ടോ വെക്കല് ചിക്കൻ കറി. ചിലവരൊക്കെ എല്ലാം ഒപ്പരം കുഴച്ച് വെക്കുക. ഞങ്ങളിങ്ങനെ നല്ലോണം വെളിച്ചെണ്ണയിൽ വാട്ടി ഉള്ളിയൊക്കെ നല്ലോണം വാടിയിട്ടാട്ടോ വെക്കുക. അപ്പൊ പാകത്തിനുള്ള ഉപ്പിട്ടെടുത്ത് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ നമുക്ക്, അപ്പൊ ഉള്ളി തക്കാളിയൊക്കെ വേഗം വാടി കിട്ടും കേട്ടോ. നമുക്ക് ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടാല് വേഗം ഉള്ളിയും തക്കാളിയൊക്കെ വാടി കിട്ടും. അപ്പൊ ഒന്ന് വാടി വരട്ടെ കേട്ടോ. അപ്പൊ അതാ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. നമുക്ക് അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ടെടുത്തിട്ടോ. അതെല്ലാം കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോഴേ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ചിക്കനും ഉരുളക്കിഴങ്ങും കൂടെ ഒപ്പരാട്ടിട്ട് അതെല്ലാം കൂടെ ഒന്ന് മസാലയിൽ വഴറ്റി നല്ലോണം കൊണ്ട് വഴറ്റിയെടുക്കട്ടോ. നല്ല ടേസ്റ്റിയായി കറിയാവും കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഞങ്ങളിങ്ങനെ കേട്ടോ ഉണ്ടാക്കല് കറി. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കട്ടോ. ഇങ്ങനെ വെന്ത് വരട്ടെ. ചിക്കനൊക്കെ വെന്ത് നമുക്ക് ചപ്പും ചപ്പ് പൊതി കരിവേപ്പൊക്കെ ചിക്കനൊക്കെ വെന്തേരാട്ട് ഇട്ടെടുത്ത് അപ്പൊ നമ്മളെ കറി ഇവിടെ റെഡിയായ. ഇനി നമുക്കൊരു കേക്ക് ഉണ്ടാക്കണം. അതിനുള്ള ഉള്ളിലൊക്കെ ഒന്ന് വാട്ടിയെടുക്കട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടെടുത്ത് പച്ചമുളക് അരിഞ്ഞത് ഇട്ടെടുത്ത് അത് 2 ഉള്ളി അരിഞ്ഞതാട്ടോ. അപ്പൊ അത് അതിലേക്ക് ഇട്ടെടുത്ത് നമുക്കെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കട്ടോ. അപ്പൊ അതിന് ആവശ്യമുള്ള ഉപ്പാണ് ഇട്ടെടുത്തത്.
ഞങ്ങൾക്ക് അതിലേക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി. രണ്ടും കൂടെ ആവുമ്പോൾ നമുക്ക് നല്ലോണം ഉള്ളിയൊക്കെ ഒന്ന് വേഗം വാടി വരും കേട്ടോ. അതിനാണ് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം അതൊക്കെ ഒന്ന് വാടി വരട്ടെ. നമുക്ക് ഇറച്ചിക്കേക്കുള്ള മസാല ആണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത്തിരി മല്ലിപ്പൊടി, ഒരു നുള്ള് മല്ലിപ്പൊടി, അതേമാതിരി ഒരു നുള്ള് മുളക് പൊടി, നമ്മൾ പച്ചമുളക് അതിൽ ചേർത്തിക്കുന്നു. പിന്നെ ഒരു 1/4 സ്പൂണ് ബിരിയാണി മസാല കേട്ടോ. കറി മസാല എന്നും പറയാം. പിന്നെ ചിക്കൻ വേവിച്ച് ഉടച്ച് വെച്ചതാണ്, അതും അതിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് എല്ലാം കൂടെ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പൊ നമ്മളെ ഉള്ളിയൊക്കെ ഇവിടെ വാടി വന്ന് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. ഈ ചപ്പ്, പൊരി, കരിവേപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ടെടുത്ത ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പഴയ പാൻ അടുപ്പത്ത് വെച്ചാട്ടോ. അതിൽ നമുക്ക് നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം നമ്മൾ വെക്കുന്നുണ്ട്. അതൊന്ന് ചൂടാവട്ടെ കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് ഇതിനാവശ്യമുള്ള മുട്ടൊക്കെ ഒന്ന് കലക്കിയെടുക്കാം. 4 മുട്ടാണ് കേട്ടോ. ഇത് നുള്ളുപ്പിട്ട് നല്ലോണം നമുക്ക് അടിച്ചെടുക്കാം. നമ്മളെ മുട്ടൊക്കെ ഇവിടെ കലങ്ങി നമ്മൾ ഉണ്ടാക്കിയ മസാല ആണ് അതിലേക്ക് ഇടുന്നത് കേട്ടോ. ആ മസാല അതിലോട്ട് ഇട്ടെടുത്ത് നമുക്ക് അതൊന്ന് നല്ലോണം ഇളക്കിയെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അത് മുട്ടയും മസാലയും കൂടെ ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ പാൻ ഇവിടെ ചൂടാകാൻ വെച്ചിട്ടില്ലേ, അപ്പൊ അത് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നല്ലൊരു ഇറച്ചി കേക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മളെ കേക്കൊന്ന് റെഡി ആയി വരട്ടെ. അപ്പോഴേക്ക് നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം. അപ്പൊ ഇന്ന് സ്ട്രോബെറിന്റെ ജ്യൂസാട്ടോ. സ്ട്രോബെറിന്റെ ആ മുഖഭാഗമൊക്കെ ഒന്ന് നമുക്ക് മുറിച്ച് കളയാം. നല്ല ടേസ്റ്റുള്ള ജ്യൂസാട്ടോ. നമുക്ക് സ്ട്രോബെറി പാലൊഴിച്ചടിച്ചാല് നല്ല ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പൊ അതിന്റെ കണ്ണിയൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് കാക്കൊന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് ജ്യൂസ് അടിച്ചെടുക്കാം. അതിനാവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. നമുക്ക് പാൽ ഒഴിച്ചെടുക്കാം. കുറച്ച് പാൽ ഒഴിച്ച് നമുക്ക് നല്ലോണം അടിച്ചെടുക്കാം. ഇപ്പൊ നമ്മളെ ജ്യൂസൊക്കെ അവിടെ റെഡിയായി. ഇതാണ് നമ്മളെ നോമ്പിന്റെ വിശേഷങ്ങൾ കേട്ടോ. ഇപ്പൊ നമ്മളെ കേക്ക് നമുക്ക് ഇതിൽ ഉണ്ടാക്കിയത് ക്യാമറ പെട്ടിട്ടില്ല, എല്ലാം കൂടെ ആയതുകൊണ്ടാണ്, ക്ഷമിക്കണം. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ നോമ്പിന്റെ വിശേഷങ്ങൾ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട്
നാളെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.